എല്ലാ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കോൺസ്പിറസി തിയറികൾ നടക്കാറുണ്ട്. അതായത് മുംബൈ അറ്റാക്ക് നടത്തിയത് RSS ആണ്. RSS, CIA, മൊസാദ് സംയുക്ത ഇതാണ് മുംബൈ അറ്റാക്ക് നടത്തിയത്. അന്ന് സത്യത്തിൽ അമീർ കസബിനെ അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരെല്ലാം ഹിന്ദു പേരിലാണ് വന്നത്, അറിയാമല്ലോ. അപ്പോൾ അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിപ്പോയേനെ. കാര്യം എല്ലാവരും മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ അമീർ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് അതുണ്ടായില്ല. എപ്പോഴൊക്കെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അപ്പോഴെല്ലാം ഈ കോൺസ്പിറസി തിയറിയുമായിട്ട് ആളുകൾ രംഗത്തെത്താറുണ്ട്. അത് പൊതുവേ സംഭവിക്കുന്നത് ഈ പറയുന്ന പ്രൊപ്പഗണ്ട ചെയ്യുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംവിധാനങ്ങളിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങുന്നത്. ഉദാഹരണം മീഡിയ 1, മാധ്യമം, ഇവരൊക്കെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായ കാര്യമുണ്ട്. ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്താൽ ആ വാർത്ത അവർ കൃത്യമായിട്ട് കൊടുക്കും. പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോൾ ആ ഭീകരൻ്റെ സ്കൂളിലെ സാറ് അധ്യാപകൻ പറയും, വളരെ പൂമ്പാറ്റയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ച് ജീവിച്ച ഒരു പയ്യനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പാവപ്പെട്ട മുസ്ലിം യുവാക്കളെ ഇൻ്റലിജൻസ് ബ്യൂറോ പിടികൂടി ഭീകരരാക്കുന്നു എന്ന് പറയും. 4-ാമത്തെ 5-ാമത്തെ ദിവസം കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുതലക്കുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുസ്ലിം യുവാക്കളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പൊതുജന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മേളനം നടത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇപ്പോഴും ഇതും കൂടെ ഒന്ന് പറയട്ടെ, ഇപ്പോഴും ഈ ഒരു പ്രൊപ്പഗണ്ട ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJPക്ക് ജയിക്കാൻ വേണ്ടിയാണ്. അത് മൊത്തത്തിൽ പറയില്ല, കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്ന രീതിയിൽ ഒരു സംശയം ഉണ്ടാക്കി വിടുക എന്നുള്ളത് ഇപ്പോഴും നടന്നു. എന്ത് തോന്നുന്നു? ഇതിൻ്റെ അകത്ത് ഇത് വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു പാറ്റേണാണ്. ഇതിൻ്റെ അകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു പഴി പാകിസ്ഥാനിലേക്ക് വന്നു ചേരരുത്. ഒന്ന്, അതൊരു ഉദ്ദേശം. 2-ാമത്തത്, ഹിന്ദുക്കൾ അലമ്പുണ്ടാക്കുന്നു അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പ്രൊപ്പഗണ്ട. 3-ാമത്തത്, ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ആ കുഴപ്പത്തിൻ്റെ ഇരകൾ മുസ്ലിങ്ങളാണ്, വിക്ടിംഹുഡ്. മനസ്സിലായില്ലേ? ഇങ്ങനെ 3 ഏത് കോൺസ്പിറസി നോക്കിക്കോ. ഇതിപ്പം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പാകിസ്ഥാൻ അല്ല അത് ചെയ്തതെന്ന് സ്ഥാപിക്കണം, ഒന്ന്. 2-ാമത്, അന്ന് പ്രബലമായിരുന്ന പിന്നീട് പൊളിഞ്ഞുപോയ ഹിന്ദു ടെറർ എന്ന സാധനത്തിനെ കത്തിച്ചു നിർത്തണം, അല്ലെങ്കിൽ അതിനൊരു വളമായിട്ട് ഇത് മാറണം. 3, ഇതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ എന്താ പറയുക, പേടിപ്പിച്ച് അപരവൽക്കരിക്കണം. യെസ്, ആ ഒരു അപരവൽക്കരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. കാരണം നമ്മൾ പഴയ സിനിമകളൊക്കെ, ബോർഡർ അങ്ങനെയുള്ള പഴയ സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അതൊക്കെ പാകിസ്ഥാനിൽ പെട്ട ആൾക്കാർ ചോദിക്കണം, നീ ഒരു മുസൽമാനല്ലേ, നീ എവിടെയാണോ നിൽക്കേണ്ടത്, നമ്മുടെ കൂടെ വന്ന് നിൽക്കണ്ടേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അതൊരു എഫക്റ്റീവായിട്ട് ഒരു മൈനോറിറ്റിയെ, ഭാരതത്തിലെ മുസ്ലിങ്ങൾ, എത്രയോ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് ഭാരതത്തിൽ, അതിലെ ഒരു മൈനോറിറ്റിയെ മാത്രമേ ഇന്നും റാഡിക്കലൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുള്ളൂ. ഈ വിക്ടിംഹുഡും ഈ പ്രൊപ്പഗാൻഡയും ഒക്കെ കേൾക്കുന്നവന് ആദ്യമേ ഒരു ചിരി വരുമെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ടാർഗറ്റഡ് ഗ്രൂപ്പ് മുസ്ലിമുകളാണ്, ഭാരതത്തിലെ മുസ്ലിമുകളാണ്. അവരെ അപരവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ കൂടത്തിൽ വാഴ നനയുമ്പോൾ ചീരയും കൂടെ ഒന്ന് നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞ പോലെ RSSനെ എന്താ പറയുക, പൊക്കി പിടിക്കുക. അപ്പോൾ പറയുന്നതിനൊരു ക്രെഡിബിലിറ്റി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് RSS ആണ് ഇതെല്ലാം ചെയ്യുന്നത്. RSS, CIA, മൊസാദ്. അപ്പോൾ എല്ലാമായി CIA വെറുക്കപ്പെട്ടവരാണ്, മൊസാദ് വെറുക്കപ്പെട്ടവരാണ്, RSS വെറുക്കപ്പെട്ടവരാണ്. ഇവർ 3 പേരും മുസ്ലിം ജനതയെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് എന്ന് ഒരു ഓൾറെഡി ഒരു സംഗതി അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതുമൊക്കെ കൂടെയായിട്ട് കൂട്ടിക്കെട്ടി ഒരു ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇന്ന് വരെ നമ്മൾ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട്. ഇത്ര എഫക്റ്റീവായിട്ട്, ഇത്രയ്ക്ക് ഡിസിസീവായിട്ട്, ഈവൻ 1971 പോലും 9 ദിവസം യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടാണ് തോൽവി നടക്കുന്നത്. ഇത് 88 മണിക്കൂർ കൊണ്ട് 71-നെക്കാട്ടി നാണം കെട്ട തോൽവിയാണ് പാകിസ്ഥാൻ എന്താ പറയുക അനുഭവിച്ചത്. ഓടി വന്ന് കാല് പിടിക്കേണ്ടി വന്നു.
സൗദിക്കാരെ വിളിച്ചിട്ട് ഒന്ന് മധ്യസ്ഥം പറയാൻ പറയുമ്പോൾ അവർ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുമല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. ഓടി അമേരിക്കയിൽ പോയി. അത്ര നാളും കൂടെ നിന്ന് ചൈനയെ തിരിഞ്ഞു നോക്കിയില്ല. ചൈനയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചൈന പറഞ്ഞാൽ മോദി കേൾക്കില്ലല്ലോ. അതുകൊണ്ട് മോദി കേൾക്കുന്നു എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി. സോവിയറ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് നാണം കെട്ട തോൽവിയും അതിൻ്റെ സങ്കടവും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വേറെ. അതിൻ്റെ എന്താ പറയുക പ്രതികാരമായിട്ടാണ് ഈ വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ തന്നെയല്ലേ താറടിച്ച് കാണിക്കേണ്ടത്. മോദിയെയും അമിത്ഷായും തന്നെയല്ലേ താറടിച്ച് കാണിക്കേണ്ടത്. പാകിസ്ഥാൻ ഓൾറെഡി ഈ സാധനം പറഞ്ഞു. പാകിസ്ഥാൻ ഓൾറെഡി ഇത് പറഞ്ഞു, ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണെന്ന് പാകിസ്ഥാനിലെ ആൾക്കാർ പറയാൻ തുടങ്ങി. അത് കേട്ട് ഇവിടെയും ആൾക്കാർ പാടാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ ടൂൾ ആവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് പറഞ്ഞ പണിയല്ലത്. മറ്റൊരു നാട്ടിലെ മറ്റൊരു ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ ഒരു ടൂളാകുന്നത് ഒരു ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് പറഞ്ഞ പണിയല്ല.